തെരഞ്ഞെടുപ്പ് അല്ലാതെ ഈ താങ്കളെ CPM-നെയും ഈ സംഘപരിവാരമായി ചേർത്ത് കെട്ടിക്കൊണ്ട് വലിയ പ്രചാരണമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലീഗ് ആക്ടറുകൾ, കോൺഗ്രസ് ആക്ടറുകളൊക്കെ ബോധപൂർവം അത്തരത്തിൽ കക്ഷി വിജയ പോലുള്ള പരാമർശങ്ങൾ പോലും വലിയ രീതിയിൽ നടക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുജനങ്ങൾ UDF-നെ വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി UDF-ൻ്റെ കൂടെയുള്ളവർ തന്നെ വൻതോതിൽ UDF-ൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നില വരുന്നത്. അങ്ങനെ വരുമ്പോൾ കടന്നു വരണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ മാർഗം വേണമെന്നവർ കാണുകയാണ്. പുതിയ ഏതെങ്കിലും ഒരു ശക്തിയെ ഒന്നിച്ചു കിട്ടുമെന്നാണ് അവർ നോക്കുന്നത്. അപ്പം അതിന് ശ്രമിച്ചപ്പോൾ പിന്നെ നിൽക്കുന്നത് സാധാരണഗതിയിൽ മുന്നണികളിലൊന്നും ഭാഗമാകാൻ പറ്റാത്ത ചിലരാണ്. അതായത് LDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട്, UDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ട്. ഇതല്ലാത്ത ചിലരും കേരളത്തിലുണ്ട്. അതിൽ പലതും വർഗീയ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പരസ്യമായി കൂട്ടുചേർക്കാം എന്ന നിലപാടെടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ അത് വെച്ചുകൊണ്ടാണ് ഒന്നിച്ചു കൂട്ടാൻ UDF, കോൺഗ്രസും ലീഗും തയ്യാറാകും. അങ്ങനെ തയ്യാറായപ്പോൾ അവർക്ക് ശുദ്ധിപത്രം നൽകാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ UDF നേതാക്കൾ. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ അവരെക്കുറിച്ച് വലിയ തോതിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ പറയുന്നതിന് അനുസരിച്ച് തന്നെ അവരുടെ അണികളിൽ, പ്രത്യേകിച്ച് അണികളായിട്ടുള്ള മുസ്ലിം ബഹുജനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ധാരണയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബഹുജനങ്ങളിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനമാണ്. അതിനിടയാക്കിയത് അവരുടെ നിലപാട് തന്നെയാണ്. അവർ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വിശ്വസിച്ചവരല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടേതായ നിലപാടുകളാണ് അവരെല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചു പോയത്. അങ്ങനെ അവരെ കൂട്ടിയപ്പോൾ ഇത്തരം വർഗീയ തീവ്രവാദ സംഘടനകൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട്. അതെല്ലാ വർഗീയ സംഘടനകൾക്കുള്ളൊരു ഗുണമാണ്, ഒരു സ്വഭാവമാണ്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഈ പറയുന്ന സ്വഭാവം കാണാൻ പറ്റും. നല്ല നുണ വ്യാപകമായി പ്രചരിപ്പിച്ചു. ആ നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതിൽ വലിയ വൈദഗ്ധ്യം നേടിയവരാണ്. അത് സത്യമായി തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നുണയുടെ തന്നെ ആശാന്മാർ പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു നുണ ശക്തമായിട്ട് പറയുക, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക, അപ്പോൾ കുറേ പേരത് വിശ്വസിക്കും. ഇത് നല്ല രീതിയിൽ പ്രയോഗിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് പണ്ട് മുതലേ RSS, ജമാഅത്തെ ഇസ്ലാമിയും ഇതേ രീതിയിൽ വ്യാപകമായി നുണകൾ പ്രചരിപ്പിക്കാൻ ശേഷിയുള്ളവരാണ്. അത്തരത്തിൽ
ഒരു നുണപ്രചരണം നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം നോക്കിയാൽ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും അകന്നു നിന്നിരുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ് ഇവരെ അകറ്റി നിർത്തേണ്ടതല്ലാതെ ഇവരല്ലേ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് തുണയായി സഹായിയായി വരുന്നത്. പല പ്രശ്നങ്ങളും കാലികമായവയടക്കം അതിൻ്റെ ഭാഗമായി അവർ വിലയിരുത്തുന്നു. അങ്ങനെ വന്നപ്പോൾ വലിയ മാറ്റം മനോഭാവത്തിലുണ്ടാകും. നേരത്തെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഇടതുപക്ഷ വിരുദ്ധതയും പ്രകടിപ്പിച്ചിരുന്നവരിൽ അത് പൂർണ്ണമായും ഇല്ലാതാകും. ഒരു തരത്തിലുള്ള ശത്രുതാഭാവവും ഇല്ലാതാകും. മാത്രമല്ല, രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ആപത്ത് വല്ലാതെ ഉയർന്നു വരുമ്പോൾ ആ ആപത്തിനെതിരെ സ്വന്തം ജീവൻ കൊടുത്ത് പോരാടാൻ തയ്യാറാകുന്നത് ആരാണ് എന്നവർ കാണുകയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നത് അവരുടെ അനുഭവത്തിൽ കാണുകയാണ്. അവരുടെ നിത്യജീവിതത്തിലുണ്ടായ ഒട്ടേറെ അനുഭവങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വലിയ മാറ്റം ആ ജനങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെയുള്ള വിരോധം മാറി ആ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറുന്നു എന്ന അവസ്ഥ വന്നു. അതിന് രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിക്കുന്നില്ല, ഇവിടെ കേരളത്തിൽ സ്വീകരിക്കുന്നില്ല, പ്രാദേശികമായി സ്വീകരിക്കുന്നില്ല, ഇതെല്ലാം വഴിവെച്ചു എന്നതാണ് വസ്തുത. അങ്ങനെ വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവർക്ക് വല്ലാത്ത ഹാലടക്കം വന്നു. അതായത് എല്ലാ കാര്യങ്ങളും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്നവർക്ക് ഇതിനോട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റിയില്ല. മുസ്ലിം ബഹുജനങ്ങൾ ഇത്തരത്തിലൊരു മനോഭാവം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിന് ഈ പറയുന്ന വസ്തുതകൾ നിഷേധിക്കാനൊരു വഴിയുമില്ല. വസ്തുതകളായിട്ട് യാഥാർത്ഥ്യങ്ങളായി ആളുകളുടെ കൺമുന്നിൽ നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ ചില അയഥാർത്ഥമായ കാര്യങ്ങൾ, പച്ച നുണ, അത് സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കണം. അതിനു പറ്റിയ പരിശീലനം ലഭിച്ച അവരുടെ വളണ്ടിയർമാരുണ്ട്, പുരുഷ സ്ത്രീ വളണ്ടിയർമാരുണ്ട്. ഈ വളണ്ടിയർമാരെ ആ പരിശീലനത്തിൻ്റെ ഭാഗമായി വീടുകളിലേക്ക് അയക്കുക, അതിലൂടെ വലിയ പ്രചരണം നടത്തുകയാണ്. ആ പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ മനസ്സിൽ ഇടതുപക്ഷത്തെക്കുറിച്ചുണ്ടായ ധാരണ അത് പൂർണ്ണമായി മായ്ച്ചു കളയണം. ഒരു പ്രത്യേക വിരോധപരമായ നിലപാടിലേക്ക് അവരെ എത്തിക്കണം. അതിന് പറ്റാവുന്ന രീതി ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷം സംഘികൾ എന്നാണ് അവരിപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ RSSൻ്റെ തോഴരായി വിശേഷിപ്പിക്കാനാണ് നടപടികളെടുത്തു വരുന്നത്. ഈ ശ്രമം കുറച്ച് കാലമായി നടന്നു വരികയാണ്.